ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്ന് അതിഥിക്കും ആതിഥേയനും ഉപദേശം നൽകുന്ന തമ്പുരാനെ നമ്മൾ കാണുകയാണ്. രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ പറയുമ്പോഴും പാവപ്പെട്ടവരെ, ദരിദ്രരെ ചേർത്ത് പിടിക്കണമെന്ന ചിന്ത ഈശോ വളരെ ഗൗരവത്തിൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുകയാണ്. അതിഥികളോടാണ് ഈശോയുടെ ആദ്യത്തെ ഉപദേശം. നീ ക്ഷണിക്കപ്പെടുമ്പോൾ പ്രഥമ സ്ഥാനത്ത് കയറിയിരിക്കരുത്. നിന്നെക്കാളും ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് സ്ഥലമൊഴിഞ്ഞു കൊടുക്കാൻ നീ നിർബന്ധിതനായാൽ ഏറ്റവും പിറകിൽ പോയിരിക്കേണ്ടവരും അപമാനിതനാകും. ആതിഥേയനോട് അവൻ പറഞ്ഞു, നീ ക്ഷണിക്കുമ്പോൾ തിരിച്ച് നിന്നെ ക്ഷണിക്കുമെന്ന് ഉറപ്പില്ലാത്ത ദരിദ്രര്, വികലാംഗര്, മുടന്തര്, അങ്ങനെയുള്ളവരെ വേണം ക്ഷണിക്കാൻ. ഹൃദയത്തിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള നന്മയുടെ മനോഭാവം എല്ലാ ആതിഥേയർക്കും ഉണ്ടാകണമെന്ന് ഈശോ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ മേഖല നമ്മുടെ അഹങ്കാരത്തിനും താൻപോരിമയ്ക്കുമുള്ള ഒരു മറുപടിയാണ്. ഞാൻ ആരോ ആണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ ഈശോ ആഗ്രഹിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പുള്ളി നീയാണ്, ഞാനാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവം, അനർഹമായ സ്ഥലത്ത് കയറിയിരുന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നീ മുമ്പിൽ കയറിയിരുന്നാൽ നിന്നെ പിടിച്ച് പുറത്തു കൊണ്ടാക്കാനോ പുറകോട്ട് മാറിയിരിക്കാനോ ഒന്നും ചിലപ്പോൾ നമ്മളെ ക്ഷണിച്ചവർ പറയില്ല. പക്ഷേ നമുക്ക് ഉറപ്പുണ്ടാകണം, എനിക്ക് കിട്ടേണ്ട ബഹുമാനത്തിൻ്റെ ലെവൽ എന്താണ്, എനിക്ക് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ യോഗ്യത എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായെങ്കിൽ അല്പം ഒന്ന് പുറകിലിരിക്കുക. നിന്നെ ക്ഷണിച്ചവർ വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ട് മുൻനിരയിൽ കൊണ്ടിരുത്തുമ്പോൾ നീ കൂടുതൽ ആദരിക്കപ്പെടുന്നവനാകും, ബഹുമാനിക്കപ്പെടുന്നവനാകും. ആദ്യം തന്നെ മുമ്പിൽ പോയിരുന്നിട്ട് മറ്റൊരാൾക്ക് സീറ്റ് കൊടുക്കാൻ പറയുമ്പോൾ വേണമെങ്കിൽ നിനക്ക് തൊട്ട് പുറകിലത്തെ സീറ്റിലിരിക്കാം. പക്ഷെ അവിടെയെല്ലാം ആളുകൾ ഫില്ലായിട്ടുണ്ട് എങ്കിൽ ഗതികേടിന് നമ്മൾ പോയി അങ്ങ് പുറകിലെത്തും. അത് നമ്മളെ അപമാനിതമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണം. അതുകൊണ്ട് ഇല്ലാത്ത ജാട ഒഴിവാക്കാൻ ഈ നോമ്പുകാലം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ഒരു പൊടിക്ക് ഒന്ന് താഴാൻ, ഒന്ന് ചെറുതാകാൻ, ഒന്ന് സിമ്പിളാകാൻ നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു. മറ്റുള്ള മുമ്പിൽ എൻ്റെ താൻ പോരുമയുടെ ആ വലിയ ഭാവമുണ്ട്, അതൊന്നും വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനം ഈശോ. രണ്ടാമത്തെ ഭാഗം അല്പം കൂടെ ഗൗരവമുണ്ട്. ഇവിടെയാണ് തമ്പുരാൻ്റെ ഹൃദയത്തിൻ്റെ ഒരു താളമായിട്ട് കിടക്കുന്ന പാവപ്പെട്ടവരുള്ള പരിഗണന. അവനെ മാറ്റി നിർത്തരുത്, അവനെ ഒഴിവാക്കരുത്, അവനെ കൂടെ ചേർത്ത് പിടിക്കണം. നിന്റെ ആഘോഷ പരിപാടികളും നിന്റെ ആഘോഷത്തിൻ്റെ എന്താ പറയുക, ഒരു ഒലിമയൊക്കെ അത് നീ കാണിക്കേണ്ടത് അവരെയും കൂടെ ചേർത്ത് പിടിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് കുര്യൻ ജോസഫ്, അദ്ദേഹം അഡ്വക്കേറ്റ് എന്നതിനപ്പുറത്ത് ജസ്റ്റിസ്, സുപ്രീം കോടതിയിൽ ജഡ്ജായിട്ട് റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം നടന്നു. എറണാകുളത്തെ വിശിഷ്ട വ്യക്തികളെയൊക്കെ ഒരു സ്വാഭാവിക ബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം ക്ഷണിക്കേണ്ടി വന്നു. അവരെയൊക്കെ ക്ഷണിച്ചു. അവർക്ക് വേണ്ടിയിട്ട് മോശമല്ലാത്ത മണ്ഡപവും എല്ലാം കൊടുന്ന് ഒരുക്കി കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കല്യാണം കഴിച്ചു വന്ന പെൺകുട്ടിയും ഒക്കെ അന്ന് വിവാഹവിരുന്ന് നടത്തിയത് ആ എറണാകുളത്തെ തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ചെറിയ മനുഷ്യരെ
ഇതൊന്നും അത്ര പോസിബിൾ ഹൃദയത്തിൽ ഈ നന്മ അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരെ കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഈ ആഘോഷരാവുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കാനുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള വേദന അനുഭവിക്കുന്നത്, സങ്കടം അനുഭവിക്കുന്നത് അവരില്ലാത്ത എന്ത് ആഘോഷമാണ്? അവരെ കൂടെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഏതാഘോഷത്തിലും അവർ നമ്മുടെ ഭാഗമായിട്ടുണ്ടാകും. അവരെ അവരുടെ തലത്തിൽ നിന്ന് അല്പം ഒന്ന് കൈപിടിച്ചുയർത്താൻ പോരുന്നതാകണം നമ്മുടെ നോക്കുകാലം. എൻ്റെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തേ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റാത്ത? ഇനി വേണ്ട, പറ്റിയില്ല എങ്കിൽ നിൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു നല്ല വിഹിതം അവരുടെ വീട്ടിൽ കൊടുക്കുക. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ആശുപത്രി ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ എന്ത് സന്തോഷമാകും. സ്കൂളിയറൊക്കെ ആരംഭിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് മനോഹരമായ ഡ്രസ്സൊക്കെ എടുക്കുന്നത് അയലോകത്തിൻ്റെ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞിന് നല്ല ഒത്തിരി ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ബന്ധമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവരോട് കരുതലുള്ളവരാണ്. ഈ കാലഘട്ടം നമ്മളെ ഒരുപാട് ക്ഷണിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ആ ചിന്ത ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പുണ്യവഴികളാകട്ടെ നോമ്പുകാലത്ത് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിലെ നിന്റെ ലക്ഷ്യം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.